السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله. اللهم صل وسلم على رسولك سيدنا ومولانا محمد. പരിശുദ്ധമായ ഹദ്ദാദ് റാത്തീബിലെ എട്ടാമത്തെ ദിക്റാകുന്ന അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലിം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മഹാനായ മുഹമ്മദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായ അള്ളാഹുവിൻ്റെ റസൂൽ സ്വപ്നത്തിലൂടെ വന്ന് ഉണ്ടായ അനുഭവം നാം വിശദീകരിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെടുകയും സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ്റെ അടുത്തേക്ക് സ്വപ്നത്തിലൂടെ മാത്രമല്ല യഖ്ളത്തിലും ഉണർവിലും ഹബീബായ തങ്ങൾ വരും എന്നതൊരു യാഥാർത്ഥ്യമാണ്. മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ യഖ്ളത്തി ബിദ്അൻ വസബഈന മറ 70-ലധികം പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉണർവിലായിക്കൊണ്ട് തന്നെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം സ്വപ്നത്തിൽ മാത്രമല്ല ഉണർവിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരും എന്നുള്ളതാണ്. അതിന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിലുള്ള സ്വലാത്ത്, അള്ളാഹുവിൻ്റെ റസൂലുമായുള്ള ബന്ധം ഏതെങ്കിലും ഒരു സമയം ഉണ്ടായാൽ പോരാ. സദാസമയങ്ങളിലും ആ ഒരു ബന്ധം നിലനിർത്താനും സ്വലാത്ത് വർദ്ധിപ്പിക്കാനും സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ലാ തജ്അലൂനി കഖിദ്ഹിർ റാക്കിബി, യാത്രക്കാരൻ്റെ തോൽപാത്രം പോലെ നിങ്ങൾ എന്നെ ആക്കരുത്. എന്താണ് അതിലൂടെ നബി തങ്ങൾ പറയുന്നത്? യാത്ര പോകുന്ന ഒരാൾ യാത്ര പോകാൻ സമയമായാൽ ആവശ്യമായ വസ്തുക്കളും സാമഗ്രികളുമെല്ലാം വാഹനത്തിൽ ബന്ധിപ്പിക്കും, തോൽപാത്രത്തിൽ വെള്ളം നിറക്കും. ഫൈൻ കാനത്ത് ലഹു ഹാജത്തുൻ ഫി അൻ യതവല്ല തവല്ല, വുളൂ ചെയ്യാൻ ആവശ്യമായി വരുമ്പോൾ അതിൽ നിന്ന് വെള്ളം എടുത്ത് വുളൂ ചെയ്യും. കുടിക്കാൻ ആവശ്യമായി വരുമ്പോൾ അതിൽ നിന്ന് വെള്ളമെടുത്ത് കുടിക്കും. ഒരാവശ്യങ്ങളും വരുന്നില്ലെങ്കിലോ ആ കൊണ്ടുപോയ വെള്ളം ഒഴിവാക്കുകയും ചെയ്യും. ഇതുപോലെ നിങ്ങൾ എന്നെ ആക്കരുത്. ആവശ്യഘട്ടത്തിൽ മാത്രം എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലി ഞാനുമായി ബന്ധപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. ഇജ്അലൂനി ഫി വസത്തി ദുആഇ വഫി അവ്വലിഹി വ ആഖിരിഹി, ദുആഇൻ്റെ തുടക്കത്തിലും മധ്യത്തിലും അവസാനത്തിലും നിങ്ങൾ എൻ്റെ പേരിലുള്ള സ്വലാത്തിനെ ഉൾപ്പെടുത്തണം. അത്യാവശ്യഘട്ടത്തിൽ അവസാന ഘട്ടത്തിൽ മാത്രമല്ല ഞാനുമായി ബന്ധപ്പെടേണ്ടത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിലൂടെ പറയുന്നത്. മഹാനായ അബുൽ അബ്ബാസുൽ മർസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായി കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നിൽ നിന്ന് ഒരു നിമിഷം മറയുകയാണ് എങ്കിൽ, അത് രാത്രിയിലോ പകലിലോ അള്ളാഹിൻ്റെ റസൂൽ എന്നിൽ നിന്ന് മറയുന്ന ഒരവസ്ഥ ഉണ്ടാവുകയാണ് എങ്കിൽ, ലമാ അദത്തു നഫ്സി മിൻ ജുംലത്തിൽ ഫുഖറാ, ഏറ്റവും ദരിദ്രനായി പാവപ്പെട്ടവനായി ഞാൻ എൻ്റെ ശരീരത്തിനെ എണ്ണുന്നതാണ്. എല്ലാ സമയത്തും അള്ളാഹിൻ്റെ റസൂലിനെ കുറിച്ചുള്ള ചിന്ത എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ടാകണം. മഹാനായ സയ്യിദുന അൽ ഹബീബ് ഉമർ ബിൻ അബ്ദുറഹ്മാൻ അൽ അത്വാസ് റഹ്മത്തുള്ളാഹി അലൈഹി അബുൽ അബ്ബാസിൽ മർസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ വാക്കിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു സമാനമായ ആശയം വാക്ക് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെങ്ങാനും ഒരു നിമിഷം, ഒരു സെക്കൻഡ് എന്നിൽ നിന്ന് മറയുകയാണെങ്കിൽ, ലമാ അദത്തു നഫ്സി മിനൽ മുസ്ലിമീൻ, ഞാൻ എൻ്റെ ശരീരത്തിന് മുസ്ലിമീങ്ങളിൽപ്പെട്ടവനായി കൊണ്ട് തന്നെ എണ്ണുകയില്ല. കൈഫ യഹ്തജിബു അന്ന, അള്ളാഹിൻ്റെ റസൂൽ നമ്മിൽ നിന്ന് എങ്ങനെ മറയും? വഹുവ ഐനു വുജൂദിന, അള്ളാഹിൻ്റെ റസൂലല്ലേ എല്ലാം എന്ന് മഹാനവറുകൾ പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിലുള്ള സ്വലാത്ത് എത്രത്തോളം ഒരു മനുഷ്യൻ വർദ്ധിപ്പിക്കുന്നുണ്ടോ അതിനനുസരിച്ച്
പാരത്രിക ലോകത്ത് അതിൻ്റെ ഗുണവും ഫലവും അനുഭവിക്കാൻ കഴിയും എന്നുള്ളതാണ്. മഹാനായ അബ്ദുൽ വാഹിദ് ഇബ്നു സയ്യിദ് റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നതായ ഒരു സംഭവം കാണാൻ കഴിയും. മഹാനവറുകൾ പറയുന്നുണ്ട്, ഞങ്ങൾക്കൊരു ഖാദിമുണ്ടായിരുന്നു, ഭരണാധികാരിക്ക് ഖിദ്മത്തെടുക്കുന്ന ആളായിരുന്നു അദ്ദേഹം മതപരമായ വിഷയങ്ങളിൽ അത്ര സൂക്ഷ്മത പുലർത്തുന്ന ആളൊന്നും അല്ലായിരുന്നു. ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിനെ സ്വപ്നത്തിലൂടെ കാണുകയുണ്ടായി. വയദുഹു ഫീ യദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മനുഷ്യൻ്റെ കയ്യ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കയ്യിലാണ് ഉള്ളത്. ആ മനുഷ്യൻ്റെ കയ്യ് മുത്തുനബി ഇങ്ങനെ പിടിച്ചു വച്ചിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇന്ന ഹാദൽ അബ്ദ സൂഅ മിനൽ മുഅരിളീന അനില്ലാഹ്. നബിയേ, ഈ മനുഷ്യൻ ജീവിതത്തിൽ അത്ര സൂക്ഷ്മത പുലർത്തുന്ന മതബോധമുള്ള ആളൊന്നും അല്ലല്ലോ. എന്തേ തങ്ങൾ ഈ മനുഷ്യൻ്റെ കയ്യിൽ തങ്ങളെ കയ്യ് വെച്ചത്? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖദ് അറഫ്തു ദാലിക. അതെനിക്കറിയാം. അറിയാത്തത് കൊണ്ടല്ല, അറിയാഞ്ഞിട്ടല്ല. ഈ മനുഷ്യൻ്റെ കാര്യത്തിൽ ശഫാഅത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിലേക്ക് പോവുകയാണ്. ഈ മനുഷ്യൻ്റെ വിഷയത്തിൽ ഞാൻ ഇടപെടും. മഹാനായ അബ്ദുൽ വാഹിദ് ഇബ്നു സയ്യിദ് തങ്ങൾ പറയാണ്, ഞാൻ നബി തങ്ങളോട് ചോദിച്ചു, ഫബി അയ്യി വസീലത്തിൻ ബലഗ ദാലിക മിൻക. ഈ മനുഷ്യന് തങ്ങളടുത്ത് ഇത്ര വലിയ പരിഗണന കിട്ടാൻ, സ്വീകാര്യത കിട്ടാൻ കാരണം എന്താണ്? ഇയാൾ ജീവിതത്തിൽ അത്ര സൂക്ഷ്മതയൊന്നും പുലർത്തുന്ന ആളല്ലല്ലോ. ഈ മനുഷ്യൻ്റെ വിഷയത്തിൽ ഞാൻ ഇടപെടുമെന്ന് തങ്ങൾ പറയാനുള്ള കാരണമെന്താണ്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് പറഞ്ഞ മറുപടി ഒന്നാണ്, ബിക്കസ്റത്തി സ്വലാത്തിഹി അലയ്യ. ഒന്നുമല്ല, ആ മനുഷ്യൻ എൻ്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചത് കാരണം, ധാരാളം സ്വലാത്തുമായി ബന്ധപ്പെട്ടത് കാരണം ഞാൻ ആ മനുഷ്യൻ്റെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ ഇടപെടുന്നതാണ്. ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇന്നഹു കാന ഫീ കുല്ലി ലൈലത്തിൻ, എല്ലാ രാത്രികളിലും ആ മനുഷ്യൻ ഉറങ്ങാനും വേണ്ടി ഒരുങ്ങിയാൽ യുസല്ലി അലയ്യ അൽഫമറ, 1000 പ്രാവശ്യം എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ടല്ലാതെ ഈ മനുഷ്യൻ ഉറങ്ങാറില്ല. ജീവിതത്തിൽ അത്ര സൂക്ഷ്മതയും വിശുദ്ധിയും ഉള്ള ആളൊന്നും അല്ല, അതെനിക്കറിയാം. പക്ഷേ എല്ലാ രാത്രികളിലും ഉറങ്ങുന്നതിന് മുമ്പ് 1000 പ്രാവശ്യം എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലാതെ ഈ മനുഷ്യൻ കിടന്നുറങ്ങാറില്ല. അതുകൊണ്ടാണ് ഈ മനുഷ്യൻ്റെ വിഷയത്തിൽ ഞാൻ ഇടപെടുമെന്ന് പറഞ്ഞതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അബ്ദുൽ വാഹിദ് ഇബ്നു സയ്യിദ് തങ്ങൾ പറയുന്നു, ഫലമ്മ അസ്ബഹ്തു, നേരം വെളുത്തു നോക്കുമ്പം, വഇദാ അന ബിദാലിക റജുലി ഖദ് ദഖലൽ മസ്ജിദ്, ഈ മനുഷ്യനെ ഞാൻ പള്ളിയിൽ വെച്ചുകൊണ്ട് കാണുകയാണ്. ഫതാബ അലാ യദി, എന്നിലൂടെ എൻ്റെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് ഈ മനുഷ്യൻ ചെയ്തു പോയ തെറ്റുകളിൽ നിന്നെല്ലാം പശ്ചാത്തപിച്ച് മടങ്ങുകയാണ്, തൗബ ചെയ്ത് മടങ്ങുകയാണ്. ജീവിതത്തിൽ പ്രത്യേകമായി വർദ്ധിപ്പിച്ച് ചെയ്ത നന്മ എന്താ? അത് സ്വലാത്തായിരുന്നു. എല്ലാ രാത്രികളിലും ഉറങ്ങുന്നതിന് മുമ്പ് 1000 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലാതെ ഉറങ്ങാറുണ്ടായിരുന്നില്ല. അതിലൂടെ ആ മനുഷ്യന് നന്നാകാൻ സാധിച്ചു, തൗബ ചെയ്യാനുള്ള അവസരം കിട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുത്ത് വലിയ പരിഗണനയും സ്വീകാര്യതയും അതിലൂടെ ലഭിക്കുകയും ചെയ്തു. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ, ഹദ്ദാദ് റാത്തീബിൽ സ്വലാത്തിനെ ഉൾപ്പെടുത്തിയത് ചെറിയ കാര്യം അല്ല. 3 പ്രാവശ്യമാണ് നമ്മൾ ചൊല്ലുന്നതെങ്കിലും അതിങ്ങനെ പതിവായി സ്ഥിരമായി ചൊല്ലുമ്പം അതിലൂടെ വലിയ പദവി നേടിയെടുക്കാൻ നമുക്കും സാധിക്കും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.